ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് നോക്കിയാലോ. ഇന്ന് രാവിലെ എണീറ്റപ്പം കുറച്ച് ലേറ്റായി പോയി. പിന്നെ രാവിലെ എണീറ്റ ഉടനെ തന്നെ ജീരകവെള്ളം തിളപ്പിച്ചങ്ങ് കുടിച്ച് പിന്നെ അങ്ങ് റൂമൊക്കെ ക്ലീൻ ആക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങി. സാധാരണ ദിവസങ്ങൾ അങ്ങനെയല്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒതുക്കൽ പരിപാടിയൊക്കെ നിൽക്കുന്നത്. പിന്നെ ഇന്ന് എണീറ്റപ്പം ലേറ്റായില്ലേ, ഇപ്പോൾ ഇവിടെ 12 മണിയൊക്കെ ആവാറായി. അന്നേരം വിചാരിച്ച് ഉച്ചത്തേക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കാം, അങ്ങനെ അങ്ങ് വിചാരിച്ചിട്ട് സെറ്റായി നിന്നു. പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞിട്ട് ഒരു ബഹൂർ എടുത്ത് കത്തിച്ച് വെച്ച്. ഇതിൻ്റെ ഒരു സ്മെല്ല് നല്ല ലൈറ്റ് സ്മെല്ലാണ്, പക്ഷേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ സ്മെല്ല് അങ്ങനെ തന്നെ ഉണ്ടാവും. നല്ലൊരു സ്മെല്ലായത്. ഇതാണ് എൻ്റെ റൂമ്. ഞാനിവിടെ താമസിക്കുന്ന ഫ്ലാറ്റിലാണ്. ഇവിടെ 3 ഫാമിലിയാണ് താമസിക്കുന്നത്. അപ്പോൾ അതിൽ എൻ്റെ റൂം ഇതാണ്, ചെറിയ റൂമൊക്കെയാണ്. ഈ കാണുന്ന സോഫ, ആ സൈഡിൽ കിടന്ന നൈറ്റ് ടേബിൾ ഇല്ലേ, അതൊക്കെ അറബിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഇരുന്ന് പുറത്താക്കും. അങ്ങനെ ഞങ്ങൾ എടുത്തുകൊണ്ട് വരുന്നതാണ്. ഈ റൂമിൻ്റെ അകത്ത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവം ഇതാണ്. ഈ വിൻഡോ ഓപ്പൺ ആക്കുമ്പം അതിൻ്റെ പുറത്ത് കാണുന്ന ഈ ഒരു സംഭവമാണ്. നമ്മൾ പുറലോകം കാണാൻ പറ്റുന്ന അവസ്ഥയിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നേരം വെളുത്താലും അറിയില്ല, ഇരുട്ടിയാലും അറിയില്ല. ലൈറ്റ് ഓഫാക്കി ഇടുമ്പം ഇതാണ് അവസ്ഥ ഈ റൂമിൻ്റെ. ഞാൻ വന്നിടയ്ക്ക് വിചാരിച്ചത് ഇതിനു മുമ്പ് ഇവിടെ ഇരുന്ന ആൾ വെയിലറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മേ ബി എന്തെങ്കിലുമൊക്കെ വെച്ച് അടച്ച് വെച്ചതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഒരു കുരുട്ട് ബുദ്ധിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഞാനപ്പോൾ എന്താക്കി, ചൂല് കൊണ്ടൊന്ന് തെള്ളി നോക്കി, അതങ്ങ് ഇളക്കി മാറ്റാമെന്ന് വിചാരിച്ചിട്ട് തെള്ളി നോക്കിയിട്ട് അത് അങ്ങനെ തന്നെ നിൽക്കുന്ന, അനങ്ങുന്നില്ല. പിന്നെയാണ് ഞാൻ അപ്പുറത്തെ റൂമിലൊക്കെ നോക്കിയപ്പം സെയിം അതേ അവസ്ഥയാണ്. പിന്നെ അതങ്ങ് വിട്ട്, അതവിടെ അങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വിട്ടു. പിന്നെ രാവിലെ എണീറ്റിട്ട് വെള്ളം മാത്രമല്ലേ കുടിച്ചിട്ടുള്ളൂ. അപ്പം പിന്നെ നല്ല വിശക്കുന്നു. അങ്ങനെ 2 ആപ്പിൾ കട്ട് ചെയ്തിട്ട് അങ്ങ് കഴിച്ചു. പിന്നെ ഉച്ചത്തേക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് കയറിയപ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞ് വരാൻ ലേറ്റാവും, രാത്രിയൊക്കെ ആവും, ഇനി എന്തെങ്കിലുമൊക്കെ വെച്ച് നേരത്തെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ നമുക്കെന്ന് പറഞ്ഞ് നമ്മൾ വെക്കുമ്പം നമുക്കൊരു മടിയല്ലേ. ഇനി ഞാൻ ചോറ് വെക്കുവാണെങ്കിൽ കറിയൊക്കെ വെക്കാൻ നിൽക്കാൻ മടിച്ചിട്ട് ഞാനങ്ങനെ പയറും അരിയൊക്കെ ഇട്ടങ്ങ് കഞ്ഞങ്ങാക്കി. പിന്നെ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നിസ്കരിച്ചിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. കഞ്ഞി പിന്നെ അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല. ഇന്നെന്താണെന്നറിയില്ല, കഞ്ഞിക്ക് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു നല്ല വിശന്നിട്ട് കഴിക്കുന്നതുകൊണ്ടായിരിക്കും കഞ്ഞിക്ക് ഇത്രയും അധികം ടേസ്റ്റ് കിട്ടുന്നത്. കൂട്ടത്തിൽ ഒരു ശർക്കരയും കൂടി എടുത്ത് വെച്ച്, പക്ഷെ അത് അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ, അത് ഞാൻ തൊട്ട് പോലും നോക്കിയിട്ടില്ല. പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോ എഡിറ്റ് ആക്കാനുണ്ടായിരുന്നു, വോയിസ് ഓവറൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. പിന്നെ കുറച്ച് നേരം ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിയിരുന്നു. പിന്നെ വൈകിട്ടായപ്പം ചായ ഇടാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് കയറി. എനിക്ക് രാവിലെ ചായ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ വൈകിട്ട് എനിക്ക് ഒരു 1/2 ഗ്ലാസ്സെങ്കിലും ചായ കിട്ടിയില്ലെങ്കിൽ പിന്നെ തലവേദന എടുത്തിട്ട് ഇരിക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് പോപ്കോണും കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ ചായ കുടിച്ചിട്ട് പോപ്കോണും കൂടെ കഴിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് മേളിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് കയറി. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ഇശായൊക്കെ നിസ്കരിച്ചിട്ട് വന്ന് ഇതുപോലെ നടക്കാനൊക്കെ ഇറങ്ങും. റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ ഭയങ്കര ബോറടിയാണ്. എനിക്കാണെങ്കിൽ ജോലി ഇതുവരെ അങ്ങനെ സെറ്റായിട്ടില്ല. പിന്നെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി കഴിയുമ്പം റൂമിൽ ഒറ്റയ്ക്കല്ലേ, അപ്പം നമ്മളെല്ലാ വീട്ടമ്മമാർക്കും അത് മനസ്സിലാവുമല്ലോ, എത്ര നേരം നമ്മളങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റൂ. അങ്ങനെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ മുകളിലേക്ക് വന്ന് നിന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടെടുത്തിട്ടൊക്കെ നിൽക്കും. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം ആവശ്യമുള്ളതായാലും ഇല്ലാത്തതായാലും വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടും അല്ലേ. അപ്പോൾ അതിരുന്നൊക്കെ കുറച്ച് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തന്നെ തുടങ്ങിയത്. ഇതാകുമ്പോൾ നമ്മളും കുറച്ച് ബിസി ആയിട്ടുണ്ടാവും, പിന്നെ കുറച്ച് ആക്റ്റീവായിട്ടിരിക്കും. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഒരു 1/2 മണിക്കൂറൊക്കെ നിന്നിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങിപ്പോയി. പിന്നെ ഇന്നലെ അലക്കിയിട്ട കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ താഴേക്ക് ഇറങ്ങിയപ്പം പിന്നെ അതും കൂടി അങ്ങ് എടുത്തുകൊണ്ട് വന്ന് പിന്നെ അതൊക്കെ മടക്കി ഒന്ന് സെറ്റാക്കി വെച്ച്. പിന്നെ രാത്രി കഴിക്കാനായിട്ട് ചപ്പാത്തി മുട്ടക്കറി ആക്കാമെന്ന് വിചാരിച്ചിട്ട് കയറി. മുട്ടക്കറി ഞാൻ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ. ഇന്ന് കറിയാണെങ്കിൽ ഞാൻ നാളെ രാവിലത്തേക്കും കൂടി ചേർത്തിട്ടാണ് കറി വെച്ചത്. അങ്ങനെയാണെങ്കിൽ രാവിലെ അപ്പം കറി വെക്കാൻ നിൽക്കണ്ടല്ലോ. ഇന്ന് പിന്നെ കുറച്ച് നേരത്തെയാണ് ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത്. സാധാരണ ഞാൻ 8:30-9 മണിയൊക്കെ ആകുമ്പോഴാണ് കയറുന്നത്. ഇന്ന് പിന്നെ കുറച്ച് നേരത്തെ കയറി. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരു ഫ്ലാറ്റിൽ 3 ഫാമിലിയാണ് താമസിക്കുന്നതെന്ന്. അപ്പോൾ 3 ഫാമിലിക്കും കൂടിയാണ് ഒരു കിച്ചണുള്ളത്. ഞാനപ്പം ഈ ട്രൈപ്പോഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ച് അവിടെ ഷൂട്ടൊക്കെ ചെയ്യുന്ന ടൈമിൽ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറരുതല്ലോ, അതുകൊണ്ട് ഞാൻ നേരത്തെ കയറി നമ്മളുടെ ജോലി അങ്ങ് ഒതുക്കാമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ കയറി. അങ്ങനെ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞു. പിന്നെ എനിക്ക് കുടിക്കാനുള്ള വെള്ളം കൂടി ഞാൻ തിളപ്പിച്ചെടുത്ത് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അങ്ങനെ കിച്ചൺ ക്ലീനാക്കി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഡേ കഴിഞ്ഞ് പോകുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തൊക്കെ പോകാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അതൊക്കെ ഞാനൊരു വീഡിയോ ആക്കി ഇടാം.
എൻ്റെ ഈ ചാനലിൽ ഫസ്റ്റത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഞാൻ ഇട്ടേക്കുന്നത്. എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. എന്നാൽ ഓക്കെ, ബായ്.